ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ എന്റെ കയ്യിലുള്ള കമ്മലിന്റെ കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് എനിക്ക് വേണ്ട കമ്മലുകളുടെ സെറ്റുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്റെ ഈ ഒരു ബോക്സിലുള്ള എന്റെ കമ്മലിന്റെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ എന്റെ ചാനൽ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജായ ചിൻസ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്ക് എത്തുവാൻ വേണ്ടി ആ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ അധികം ലേറ്റ് ആക്കണ്ട, നമുക്ക് ഇന്നത്തെ എന്റെ കമ്മൽ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇത് വന്നിട്ട് ഒരു ബോക്സ് ആണ്, നിങ്ങളിപ്പോ കാണുന്നുണ്ടാവും. ഇത് വന്നിട്ട് ഒരു സ്വീറ്റിന്റെ ബോക്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ബോക്സിലാണ് എന്റെ കമ്മലൊക്കെ ഇട്ട് വെക്കുന്നത്, അത് പൊടിയൊന്നും പിടിക്കാതെ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൾമോസ്റ്റ് ഒരുവിധം കമ്മലിന്റെ ഒക്കെ കളേഴ്സ് വന്നിട്ട് ഗോൾഡും സിൽവറും ഒക്കെയാണ്. അപ്പൊ നമ്മളത് പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയൊക്കെ വന്ന് അല്ലെങ്കിൽ വേഗം തുരുമ്പ് പിടിച്ച് നാശമായി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്കത് കുറെ കാലത്തേക്ക് ഈട് നിൽക്കുന്നതായിരിക്കും. ഇപ്പൊ ഇതിലുള്ള കമ്മലൊക്കെ തന്നെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ള കമ്മലുകൾ വരെ ഇതിനകത്ത് ഉണ്ട്. എന്തായാലും നമുക്ക് അധികം ലേറ്റ് ആക്കാതെ കമ്മൽ കളക്ഷനിലേക്ക് പോകാം. ഒരുപാട് കമ്മലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓരോ കമ്മലുകളായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് കമ്മല് നമുക്ക് കാണാം. ഫസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു വൈറ്റ് പേൾ വരുന്ന കമ്മലാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺസും വൈറ്റ് പേളും വെച്ചിട്ടുള്ള ഒരു കമ്മലാണ്. ഇതിന് വന്നിട്ട് അവരിങ്ങനെ ഹാങ്ങിങ്സ് വന്നിട്ട് കൊളുത്ത് പോലെയുള്ള ഹാങ്ങിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കിൽ ഇങ്ങനെ കൊളുത്തിയിടുന്നത്. അപ്പൊ നിങ്ങൾ കവർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, സ്റ്റഡ് പോലെ ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് നല്ല അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു കമ്മൽ സെറ്റ് ആണിത്. ഇതിന്റെ വർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേൾസിന്റെ വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ള പേൾസ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇങ്ങനെയുള്ളൊരു ഫുൾ കല്ല് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. താഴെ പിന്നെ ഒരു ലവ് ഷേപ്പിലാണ് പേൾസ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. നല്ല നീളത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ്. നിങ്ങൾക്ക് പേളിന്റെ കളേഴ്സ് വരുന്നിട്ടുള്ള അല്ലെങ്കിൽ ക്രീം കളർ, വൈറ്റ് കളർ ഷെയ്ഡ് വരുന്ന എല്ലാ സാരീസിനും ചുരിദാർസിനും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത പെയർ ഓഫ് കമ്മൽസ് കാണിച്ചു തരാം. ഇതാണ് അടുത്ത ഒരു പെയർ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയർ ആണ്. ഇതിൽ ബ്ലാക്ക് സ്റ്റോൺസും വൈറ്റ് സ്റ്റോൺസും വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡിലാണ് ഈ ഒരു കമ്മലിന്റെ പെയർ വന്നിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതൊരു സ്റ്റഡ് രൂപത്തിലാണ് ഈ ഒരു സംഭവം നമ്മുടെ കമ്മലിന്റെ കാതിന്റെ ഒരു ഫ്രണ്ട് സൈഡിൽ വരില്ല. ഇതിലൊരു വൈറ്റ് സ്റ്റോണും ബ്ലാക്ക് സ്റ്റോണും കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ടെമ്പിൾ രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് വൈറ്റ് കല്ലാണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അത് നല്ല ഗ്ലേസിംഗ് ആണ് ഇത് കാണാനായിട്ട്. കാണുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് സ്റ്റോൺസ് ആണ് ഇവർ ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹാങ്ങിങ് ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഹാങ്ങിങ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഡ്രസ്സസിന്റെ കൂടെ പെയർ ചെയ്യാം, അതുപോലെ ഗോൾഡൻ ഡ്രസ്സസിന്റെ കൂടെ പെയർ ചെയ്യാം. വൈറ്റ് സ്റ്റോൺസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ഡ്രസ്സസിന്റെ കൂടെയും ഇത് പെയർ ചെയ്യാൻ സാധിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. കാണുന്നുണ്ടല്ലോ, ലവ്ലി സെറ്റാണ്. ഒരുപാട് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 3 years മേലെ ആയിട്ടുണ്ട്. ഇതുവരെ യാതൊരു കേടും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ ബാക്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ വരുന്ന ഈ ഒരു സ്റ്റഡ്സ് ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് വിയർ ചെയ്യാനായിട്ട്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പെയർ കാണാം. അടുത്ത പെയർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെഡ് പെയറാണ്. കാണുന്നുണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെയറാണിത്. ഇത് കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. ഇതൊരു 250-300 റേഞ്ചിൽ വരുന്ന ഒരു പെയർ സെറ്റ് ആണ്. കാണുന്നുണ്ടോ, ഇത് നല്ല റെഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ എൻറ്റയർ കമ്മലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റോൺസ് അവർ വെച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബോക്സ് രൂപത്തിലുള്ള ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പാണ് ഈ ഒരു കമ്മലിന് അവർ ഹാങ്ങിങ്സിൽ കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ വിത്ത് റെഡ് ആണ്
കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മേലെയും വന്നിട്ട് ഒരു പൂ രൂപത്തിലുള്ള ഒരു ഡിസൈൻ ആണ്. അതിൽ ഫുൾ റൗണ്ട് അടിച്ച് മൊത്തം കല്ല് വെച്ചിട്ടുണ്ട്. ഇതും സ്റ്റഡ് രൂപത്തിൽ തന്നെ നമ്മുടെ കാതിന്റെ ആ ഒരു സൈഡിൽ ഉണ്ടാവും. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആണ്. നല്ല ഗ്ലേസിംഗ് ആണ് ഈ ഒരു ഡിസൈൻ പറയുകയാണെങ്കിൽ. നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു തരാം. കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള, ഞാനിതൊരു റെഡ് വിത്ത് ഗോൾഡൻ അനാർക്കലി അല്ല, ലെഹങ്കയുടെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. ജിമിക്കി കൈൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുരിദാറിന്റെ കൂടെയോ അല്ലെങ്കിൽ സാരിയുടെ കൂടെയോ ഈവൻ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള അനാർക്കലി അങ്ങനത്തെ സെറ്റിന്റെ കൂടെയോ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. ഇതില് ഇത്രയും കല്ലുകളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ട് കമ്മലിന്. നമ്മൾ ഇടുകയാണെങ്കിൽ കുറച്ച് ഭാരം ഉണ്ടാവും. എന്ന് ചോദിച്ചാൽ നമ്മൾ കാത് ഞാന്ന് പോകുന്ന രീതിയിലുള്ള വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു കമ്മൽ തന്നെയാണ് ഇത്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും കമ്മലുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം. അറിയാലോ, നമുക്ക് ഒരേ ഡിസൈനിലുള്ള കമ്മലൊക്കെ കാണാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ അതേ പാറ്റേണിലോ അതിൽ കളേഴ്സിലോ വരുന്ന കമ്മലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഞാൻ അടുത്ത സെറ്റ് കാണിച്ചു തരാം. അടുത്ത സെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ സെറ്റാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്മൽ സെറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് വന്നിട്ട് ഗ്രീൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഗ്രീൻ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺസ് ആണ് ഇതിൽ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ വൈറ്റ് കം ക്രീം കൈൻഡ് ആണ് ഇതിന്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഫുൾ ഒരു ചക്രം രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഹുക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ടൈപ്പ് കാറ്റഗറിയിലാണ് വരുന്നത്. കാണുന്നുണ്ടല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ട്, ഒരു ചക്രം പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇവിടെ ഫുള്ള് വരുന്നത്. അതിനുശേഷം ഓരോ സ്റ്റോൺസും ബ്യൂട്ടിഫുൾ ആണ്. ഇത് നിങ്ങൾ ഡാർക്ക് ഗ്രീൻ ആണ് ഈ ഒരു കല്ല് കൊടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് വൈറ്റ് ഓഫ് വൈറ്റ് കല്ലുകളാണ് ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്ക് ഇതേപോലെ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ സെൻട്രൈസ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. മുകളിലും ഗ്രീൻ സ്റ്റോൺസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലേസിംഗ് ഉള്ള സ്റ്റോൺസ് തന്നെയാണ്. ക്യാമറയിൽ അത്ര ഒരു ഗ്ലേസിംഗ് നിങ്ങൾ കാണുന്നില്ലെങ്കിലും നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു കളർ ഷെയ്ഡ് തന്നെയാണ്. അതുപോലെ നല്ല ഗോൾഡൻ ഡാർക്ക് ഗോൾഡൻ ഷെയ്ഡാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാമറയിൽ കളേഴ്സ് വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ്സ് ആണ്. ഞാൻ ഗ്രീൻ സാരീസിന്റെ കൂടെ പെയർ ചെയ്യുന്ന ഒരു കമ്മലാണിത്. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ്. ഫുൾ കവറേജ് കിട്ടും. നിങ്ങളുടെ കാതിന്റെ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് കവറായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു കമ്മൽ സെറ്റ് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഇത് തീരെ വെയിറ്റ് ഇല്ല. നിങ്ങൾ കാണുന്ന സമയത്ത് നല്ല ഹെവി ആയിട്ട് തോന്നും ഈ ഒരു ചക്രമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് തീരെ വെയിറ്റ് ഇല്ല. വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു കമ്മൽ സെറ്റ് തന്നെയാണ് ഈ ഒരു വരുന്ന കമ്മൽ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത പെയർ ഓഫ് കമ്മൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു സ്റ്റഡ് കൈൻഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്മലാണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കമ്മലാണ്. എനിക്ക് തോന്നുന്നൊരു 5 to 6 years പഴക്കമുള്ള ഒരു കമ്മലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ സ്റ്റോൺസ് ഒക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ സ്റ്റോൺ പോയിട്ടുണ്ട്, ഇപ്പുറത്തെ ഒരു സൈഡിൽ സ്റ്റോൺ പോയിട്ടുണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഉണ്ട്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു കമ്മലാണ്. പർപ്പിൾ മജന്ത ഷെയ്ഡ് എന്ന് പറയാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലാണ്. ഇത് വന്നിട്ട് സ്റ്റഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഹാങ്ങിങ്സ് ഒന്നുമില്ല, നിങ്ങൾക്ക് സ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ആണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഇത് വന്നിട്ട് കല്ലല്ല, ഇത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ലവ് ഹാർട്ടാണ് ഇവരിതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ചുറ്റും നല്ല അടിപൊളിയായിട്ട് കല്ലുകളാണ്, വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു 2 സ്റ്റോൺസ് ഇതിൽ മിസ്സിംഗ് ആണ്. 3 സ്റ്റോൺസ് ഇതിൽ മിസ്സിംഗ് ആണ്. ഇവിടെയും സ്റ്റോൺ ഇല്ല, ഒരു ഹാഫ് സ്റ്റോണേ ഉള്ളൂ, പൊട്ടിപ്പോയി. അപ്പം ഇതിൽ ഞാൻ ഇത് എടുത്തു വെച്ചിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഒരുപാട് എൻ്റെ പർപ്പിൾ ഡ്രസ്സിന് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്
എന്റെ പർപ്പിൾ ഡ്രസ്സിന് പെയർ ചെയ്തിട്ടുണ്ട് ഞാനിത്. അപ്പൊ ഇതിൽ കല്ല് പോയതുകൊണ്ട് അപ്പൊ ഈ ഒരു വൈറ്റ് സ്റ്റോൺസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾ വാങ്ങിച്ചിട്ട് ജസ്റ്റ് അതിന്റെ ഗ്ലൂ വാങ്ങിച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഗ്ലൂ വാങ്ങിച്ച് സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പെയർ ഓഫ് സെറ്റാണിത്. അങ്ങനെ നിങ്ങൾക്ക് ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോൺസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനെ ചെറിയ ചില വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചില സ്റ്റോൺസ് ഒക്കെ പോയതൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഫിക്സ് ചെയ്യാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു കമ്മൽസ് ആണിത്. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു ലവ് ഷേപ്പിലാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മല് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത എന്റെ പെയർ ഓഫ് കമ്മൽസ് കാണിച്ചു തരാം. ഇതാണ് അടുത്ത പെയർ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡാണ് നിങ്ങൾ കാണുന്നത്. ഇതിനൊരു ഹാങ്ങിങ്സ് പോലെ ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ഇങ്ങനെ ജിംക പോലെ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇതിനും. ഇതിൽ വലിയൊരു സ്റ്റോൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ സ്റ്റോൺസ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഈ ഒരു വലിയ സ്റ്റോൺ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. നല്ല വെയിറ്റ് ഉള്ള ഒരു സ്റ്റോൺ ആണ്. പിന്നെ ഒരു ലീഫിന്റെ ഡിസൈൻ പോലുള്ളൊരു റെഡ് പാറ്റേൺ ആണ് അവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു കമ്മൽ എന്നുള്ളത്. കാണുന്നല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. റെഡ് ഷെയ്ഡാണ്. ഇവിടെയൊക്കെ ഫുൾ റെഡ് ആണ്. റെഡ് വിത്ത് ഗോൾഡൻ ആണ് ഇതിന്റെ വരുന്നത്. ഈ ഒരു കല്ല് ഭയങ്കര വെയിറ്റ് ഉള്ള ഒരു കല്ലാണ്, സ്റ്റോൺ ആണ്. ബാക്കിയുള്ളതൊക്കെ സ്റ്റോൺസ് ആണെങ്കിൽ അധികം വെയിറ്റ് ഇല്ല. ഒരു പൂവിന്റെ ഒക്കെ ഒരു ആകൃതിയിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇത് വന്നിട്ട് സ്റ്റോൺസ് ആണ്. ഇത് വന്നിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു സ്റ്റോൺസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നമുക്ക് റെഡ് ഡ്രസ്സിന് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കമ്മലാണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. റെഡ്, ഡാർക്ക് കൈൻഡ് റെഡ് ആണ് ഈ ഒരു പെയർ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സുകൾക്ക് പെയർ ചെയ്യാൻ പറ്റും. റെഡ് വരുന്ന ഒരുപാട് പെയറിന് ഞാൻ എൻ്റെ സെറ്റ് സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സെറ്റ് സാരിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. റെഡ് ആണ് എൻ്റെ സെറ്റ് സാരി വരുന്നത്. അപ്പൊ ആ ഒരു സാരിക്കൊക്കെ ഞാൻ പെയർ ചെയ്യാറുണ്ടായിരുന്ന ഒരു കമ്മലാണിത്. ഇതും അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു കമ്മലാണ്. പഴക്കം എന്ന് വെച്ചാൽ ഇതും ഒരു 5 to 6 years ബാക്ക് ഞാൻ വാങ്ങിച്ച കമ്മൽ സെറ്റാണ്. ഇതിന് യാതൊരു വിധത്തിലുള്ള ഒരു കുഴപ്പമില്ല. ഇതുവരെ കല്ലും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റഡ് കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഇതിൽ എക്സ്ട്രാ ആയിട്ടൊന്നും ഹാങ് ചെയ്യുന്നില്ല. ഒരു കൊളുത്ത് പോലെ ആയിട്ടൊന്നും ഇല്ല. ഇങ്ങനെ തന്നെയാണ് ഇത് ഒരു ഹാങ്ങിങ്സ് വരുന്നത്. ഒരു സ്റ്റഡ് പോലെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒപ്പം ഹാങ്ങിങ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണിത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പാറ്റേൺ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ ഇന്ന് കാണിക്കുന്ന ഏത് കമ്മലാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത പെയർ ഓഫ് സെറ്റിലേക്ക് പോകാം. അടുത്തത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഒപ്പം തന്നെ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു സ്റ്റോൺ, ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ്സ് ആണ്. ഇതിൽ വന്നിട്ട് ഫുൾ ആയിട്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത്. അടിയിൽ മാത്രം ഒരു ഓറഞ്ച് ഷെയ്ഡ് സ്റ്റോൺസ് വരുന്നുണ്ട്. ഇത് ഞാനൊരു സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഇതിന്റെ ഇതേ ഷെയ്ഡിൽ തന്നെയാണ്, അതായത് വൈറ്റ്, കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് ആയിട്ടുള്ള സ്റ്റോൺസ് വരുന്ന സ്റ്റോൺസ്. അതിന്റെ താഴെ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് ഓറഞ്ച് വരുന്ന ഒരു ചെയിൻ എന്ന് വെച്ചാൽ നെക്ലേസ് ആണ് ഇതിന്റെ ഒപ്പം വന്നിരുന്നത്. അത് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ കമ്മലിന്റെ സെറ്റ് മാത്രം കാണിക്കുന്നുണ്ട്. ഞാൻ അതിപ്പം എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് വന്നിട്ട് ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ഒരു പെയർ ഓഫ് കമ്മലും വിത്ത് ഒരു നെക്ലേസും കൂടിയിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതുപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് സ്റ്റോൺസും അടിയിൽ ഇങ്ങനെ ഹാങ്ങിങ്സ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു സെറ്റായിരുന്നു. അപ്പൊ എൻ്റെ ഒരു വൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു അനാർക്കലി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ലൊരു ഗ്ലേസിംഗ് ആണ്. അതുപോലെ ഇങ്ങനെ ഒരു ഹാങ്ങിങ്സ് ആണ് ഈ ഒരു ഇത് കാണുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. ഇത്രയും ഒരു പോർഷനിൽ മാത്രമാണ് ഈ ഒരു ഇത് വരുന്നത്, എന്താ പറയാ, നമുക്കൊരു പിടുത്തം പോലെ വരുന്നത്. പിന്നെ ഫുൾ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ്. ഒരു സ്റ്റോൺസ് പോലും ഇതുവരെ പോയിട്ടില്ല. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 years ഒക്കെ ബാക്ക് ഞാൻ വാങ്ങിച്ചതാണ്. എൻ്റെ ഒരു സ്കൂൾ ടൈമിലൊക്കെ ഞാൻ വാങ്ങിച്ച ഒരു സെറ്റാണിത്. ഇതിപ്പോഴും ഒരു കേടും ഒരു കളർ വ്യത്യാസം ഒന്നും ഇല്ലാതെ ഇപ്പോഴും നിൽക്കുകയാണ്. സിൽവർ ഷെയ്ഡിലാണ് ഇതിന്റെ ബാക്ക് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു
ഓറഞ്ച് ഹാങ്ങിങ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓറഞ്ച് ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. ഇത്രയും ഈ ഓറഞ്ച് ഇല്ലായിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് സ്റ്റോൺസ് തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ക്യാമറയിൽ അതിന്റെ ഒരു ഭംഗി കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ഗ്ലേസിംഗ് ആണ് ഈ ഒരു സെറ്റ് ഇടുമ്പോൾ കാണാൻ സാധിക്കുക. പക്ഷെ നൈറ്റ് വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഷെയ്ഡാണ്. ഇങ്ങനെ കല്ലുകളൊക്കെ ഉള്ളത് കൂടുതലും നൈറ്റ് ടൈമിൽ ഇടുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ ആവുക. കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ ലൈറ്റിങ്ങും അങ്ങനെയൊക്കെ ലൈറ്റിങ്സ് ഒക്കെ വരുന്ന സമയത്ത് കല്ലുള്ള കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ ആ ലൈറ്റൊക്കെ ഒന്ന് അടിച്ച് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നല്ലതുപോലെ ഗ്ലേസിംഗ് ആയിട്ട് തിളങ്ങാൻ തുടങ്ങും. സോ സ്റ്റോൺസ് ഉള്ള കമ്മലുകളൊക്കെ നിങ്ങൾ നൈറ്റ് പാർട്ടീസിനൊക്കെ പോകുമ്പോൾ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവുക. മോർണിംഗ് ടൈമിൽ അത്ര വലിയൊരു ഭംഗി അതിനെടുത്ത് കിട്ടില്ല. പിന്നെ നല്ല വെയിലത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ അതിങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് അപ്പോൾ എൻ്റെ അടുത്ത സെറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു അടിപൊളി ഹാങ്ങിങ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അടുത്ത സെറ്റ് കാണിച്ചു തരാം. അടുത്തത് ഞാനൊരു സ്റ്റെഡാണ് കാണിച്ചു തരുന്നത്. ഇതൊരു വ്യത്യസ്തമായ ഒരു സ്റ്റെഡാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് പേളാണ്. ഈ ഒരു വൈറ്റ് പേളാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിന്റെ ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് ലെഫ്റ്റും റൈറ്റും ഇയറിന് ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് പല വിധത്തിൽ മൾട്ടിപ്പിൾ യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റെഡാണിത്. അതായത് കാത് കുത്താത്തവർക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത്. ഇത് കമ്മലായിട്ട് യൂസ് ചെയ്യാം, അതല്ലാതെ നിങ്ങൾ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് സ്റ്റെഡ് കുത്തിയിട്ടില്ലെങ്കിലും ജസ്റ്റ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മലാണിത്. സ്റ്റെഡ് കാറ്റഗറിയിൽ വരുന്ന ഇത് വന്നിട്ട് ഒരു പ്രസ്സിങ് കൈൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് ഊരി കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കാണുന്നുണ്ടല്ലോ, ഇത് ഇങ്ങനെ ഒരു ഇത്രയേ ഉള്ളൂ. ഇത് സ്റ്റെഡാണ്. ഇതിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കൂലേ, ഇതാ ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ കാത് കയറ്റുക, എന്നിട്ട് ഇങ്ങനെ ഇടുക. കാണുന്നുണ്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കാതിലിങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന പോലെ, ഇത് നിങ്ങൾക്ക് മൂക്കിലും ഇങ്ങനെ മൂക്കുത്തിക്ക് പകരമായിട്ടും നിങ്ങൾക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇതൊരു ജസ്റ്റ് ഒരു കൈൻഡ് ക്ലിപ്പിംഗ് പോലെയാണ്. നിങ്ങൾക്ക് ക്ലിപ്പ് ചെയ്തിട്ട് ഇത് വെക്കാം, മൂക്കുമ്മ വെക്കാം. അതുപോലെ തന്നെ കാതിൽ ഇങ്ങനെ കാത് കുത്തിയിട്ടില്ലെങ്കിലും വെച്ചു കൊടുക്കാൻ സാധിക്കും. അതുപോലെ സെക്കൻഡ് സ്റ്റെഡിന് പകരമായിട്ട്, ഇനി സെക്കൻഡ് സ്റ്റെഡ് ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത് കുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ നിന്നോളൂ. നല്ല രസമുള്ളൊരു കമ്മലാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ല കാണാനായിട്ടുള്ള, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പേൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രസ്സിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. പിന്നെ കാത് കുത്താൻ നിങ്ങൾക്ക് മിക്കവരും ഇത് സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മൂക്കുത്തി ആയിട്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ അതിന് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പേൾ സെറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ ഒരു സെറ്റും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കമ്മല് പലർക്കും ഇപ്പോൾ സെക്കൻഡ് സ്റ്റെഡ് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ സെക്കൻഡ് സ്റ്റെഡിനെ കുത്താൻ എല്ലാവർക്കും ഒരു ധൈര്യമില്ല. അപ്പം അങ്ങനെ കുത്താൻ ധൈര്യമില്ലാത്തവർക്ക് സെക്കൻഡ് സ്റ്റെഡിന് പകരം ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇങ്ങനെ വെക്കുന്ന കമ്മലുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുപോലെ തന്നെ മൂക്കുത്തി കുത്താതെയും മൂക്കുത്തി ഇടാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അറിയാം, മൂക്കുത്തി കുത്താൻ പേടിയുള്ളവരുണ്ടാവും, പക്ഷെ എന്നാൽ മൂക്കുത്തി ഇടാൻ താല്പര്യമുള്ളവരുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മുന്നത്തെ പണ്ട് കാലത്തൊന്നും ഇങ്ങനെ നമ്മൾ മൂക്ക് കുത്താതെ അല്ലെങ്കിൽ കാത് കുത്താതെ ഒന്നും നമുക്ക് അതിനുള്ള പെയർ മേടിക്കാൻ കിട്ടില്ല. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഏതൊരു ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സ്റ്റിക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ മൂക്ക് കുത്താതെ ഇടാൻ പറ്റുന്ന മൂക്കുത്തി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. സെക്കൻഡ് സ്റ്റെഡിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന കമ്മലുകൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇടാൻ താല്പര്യം, അയ്യോ എനിക്ക് കാത് കുത്തണമല്ലോ എന്നൊക്കെയുള്ളൊരു സങ്കടം ഉണ്ടെങ്കിൽ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റുകൾ. ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ്. എൻ്റെ ഇങ്ങനത്തെ ഒരു സെറ്റ് മാത്രമേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. നിങ്ങൾക്ക് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇഷ്ടപ്രകാരം ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഓൺലൈനിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസിൽ ചൂസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൂക്കുത്തി സെക്കൻഡ് സ്റ്റെഡ് കമ്മൽ. ഓക്കെ, ഹാങ്ങിങ്സ് ഒന്നുമില്ല. ഒരു എന്താ പറയുക, സ്റ്റെഡ് കാറ്റഗറിയിലാണ് ഈ ഒരു പീസ് വരുന്നത്.
അപ്പൊ എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ട്. കാരണം ഒരുപാട് കമ്മൽ സെറ്റുകൾ ഇത്രയും ഉണ്ടെന്ന് ഞാനും ഇപ്പോഴും തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഒരുപാട് സെറ്റായി നമ്മളിപ്പോൾ കാണുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയും കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കമ്മൽ സെറ്റ് ഞാൻ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് എന്റെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എന്റെ കമ്മൽ സെറ്റുകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണ്, നിങ്ങൾക്കും വാങ്ങിക്കാവുന്നതാണ്. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.